നിങ്ങൾ നിങ്ങളുടെ നടപടികൾ നടത്താതിരിക്കണ്ട. സാറ് വിളിച്ച് പോലീസ് പറയുന്നെങ്കിൽ പറഞ്ഞോളൂ. അവരെന്ത് നടപടിയാന്ന് വെച്ചാ എടുത്തോട്ടെ. എനിക്കിത്തരം ഭാരങ്ങളൊന്നും ചുമന്ന് നടക്കാൻ വയ്യ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും വേണ്ട. എന്നെ നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ. തനിക്ക് ഇത്രയും വലിയ ചാൻസ് തന്നല്ലേ അവര്, അതുകൂടിയല്ലേ ഇല്ലാതാക്കിയത്. എന്തായാലും വിളിക്കേണ്ടത് ആരെയൊക്കെയാന്ന് എനിക്ക് അറിയാം. എന്താ ചേച്ചി കാണിച്ചത്? ഞാനല്ല. പിന്നെ ഞാനാ. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജഗദീഷാണല്ലോ. ഹലോ ജഗദീഷ്. മാഡം, ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. മാഡം ശുപാർശ ചെയ്ത കുട്ടിയില്ലേ രാധിക? അതെ, എന്തു പറ്റി? ഒന്ന് വണ്ടി നിർത്തും. നോ ജഗദീഷ്, ആ കുട്ടി അത്തരക്കാരിയല്ല. എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാ. മാഡം, മാഡം ഇത്രയും നല്ല അഭിപ്രായം പറഞ്ഞൊരു കുട്ടിയെക്കുറിച്ച് ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പ് മാഡത്തിനോട് ഒന്ന് വിളിച്ചു പറയണമല്ലോ. അതുകൊണ്ടാ. ജഗദീഷ്, ഒരു കാര്യം ചെയ്യുക, അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ തന്നെ ഒരാളെ അങ്ങോട്ട് അയക്കാം. ഓക്കെ മാഡം. മാഡം ഒരാളെ ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആരൊക്കെ വന്നാലും പോയാലും ശരി, എനിക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയേ പറ്റൂ. അല്ലേ വലിയ ബുദ്ധിമുട്ടാ ജഗദീഷ്. സാർ ടെൻഷൻ ആവാതിരിക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. ശ്യാമ, ഇതിപ്പം ബോധപൂർവ്വം ആരോ ചെയ്തതുപോലെ ഉണ്ടല്ലോ. സംശയിക്കാൻ എന്താ അടുത്തി? അങ്ങനെ അവളോട് പക തീർക്കാൻ ഒരാൾ മാത്രമല്ലേ ആ സെറ്റിലുള്ളൂ. പ്രിയങ്ക മാത്രമല്ലേ അവിടെ ഉള്ളൂ. പ്രിയങ്കയാണ് ഇത് ചെയ്തതെങ്കിൽ എല്ലാവരുടെ മുന്നിലും ബോധ്യപ്പെടുത്തണം. എന്നിട്ട് ആ സിനിമയിൽ നിന്ന് പുറത്താക്കുകയും വേണം. പ്രതികാരത്തെക്കുറിച്ചല്ല ഇപ്പം ചിന്തിക്കേണ്ടത്. മോൾക്കൊരു ചീത്ത പേര് വീണിരിക്കുക. എത്രയും പെട്ടെന്ന് അത് മാറ്റിയേ പറ്റൂ. എഴുതി, നമുക്ക് എത്രയും പെട്ടെന്ന് ലൊക്കേഷനിലെത്തണം. അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്തെങ്കിലും തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ പെട്ടെന്ന് പോവാം. എടുത്ത് കണ്ടോ, ഒരു നല്ല കാര്യത്തിന് മുമ്പിലേക്ക് മോളെ പിടിച്ചു നിർത്തിയതേ ഉള്ളൂ. അടുത്ത പ്രശ്നം വന്നു പെട്ടു. ഇതാ ഞാൻ പറയുന്നത്, ആപത്തൊഴിഞ്ഞ നേരം എൻ്റെ മൂക്കില്ലാന്ന്. ശ്യാമ വാ. ജഗദീഷ്, ഇത് സത്യമാണെങ്കിൽ ഇന്നത്തെ റെക്കോർഡിംഗ് മുടങ്ങുമല്ലോ. ആദ്യം ഇതൊന്ന് കഴിയട്ടെ സാർ.
ആ മോളെ. മുത്തശ്ശി, എന്റെ ശത്രുവിനെ ഞാൻ വീഴ്ത്തി മുത്തശ്ശി. ആ എങ്ങനെ? ആ ഇത് തന്നെയാ വേണ്ടത്. ഇനി അവള് ജയിലിൽ ചെന്ന് കിടക്കട്ടെ മോളെ. മോള് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ ക്ഷമിക്കാമെന്നൊക്കെ ആരെങ്കിലും പറയും. സമ്മതിക്കരുത് കേട്ടോ. ആര് സമ്മതിക്കാൻ? എന്റെ കൺമുന്നിൽ നിന്ന് അവളെ പോലീസ് കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണണം മുത്തശ്ശി. അങ്ങനെ സംഭവിച്ച സോഷ്യൽ മീഡിയ വഴി എന്റെ ഒരു പ്രചരണമുണ്ട്. പിന്നെ രാധയെന്ന് പറഞ്ഞ ഒരുത്തിക്ക് പുറം ലോകം കാണാൻ പറ്റില്ല. എങ്കിലേ മോള് ഫോൺ വെച്ചോ. ആ പിന്നെ കാര്യം നടന്നു കഴിയുമ്പോ ഒന്ന് വിളിച്ചു പറയണേ. ഞാനല്ലാതെ ആര് വിളിച്ച് പറയാനാ മുത്തശ്ശി? ഞാൻ വിളിക്കാം. അതെ, ഞങ്ങള് ശ്യാമ മാഡം ഇങ്ങോട്ട് അയച്ചതാ. ആ ആ കുട്ടി എവിടെ? ദേ നിൽക്കുന്നു. കരയല്ലേ മോളെ? എന്റെ ബാഗിൽ ആ പണം എങ്ങനെ വന്നു എനിക്ക് അറിഞ്ഞൂടാ. രാവിലെ ആ ബാഗ് വെച്ചതിന് ശേഷം ഞാനതിൽ തൊട്ടിട്ട് പോലും ഇല്ല. മോള് വിഷമിക്കാതെ, എന്തെങ്കിലും ഒരു മാർഗം നമുക്കുണ്ടാക്കാം. ഫിദ മാഡം, ഞാൻ എപ്പോഴും പറയാറില്ലേ, ചിരിക്കാനൊരു കാരണം വന്ന കരയാനൊരു 1000 കാരണങ്ങളാവും വരികയെന്ന്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ അത് കൃത്യമായില്ലേ? ശ്യാമ മാഡം എനിക്ക് വേണ്ടി ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് അതേ ലൊക്കേഷനിൽ എനിക്കിത് സംഭവിക്കുന്നത്. ഇനി എന്നെ ശ്യാമ മാഡം വിളിക്കോ? എന്നെ കുറിച്ച് ആരോടെങ്കിലും നല്ലത് പറയോ? അത് ഓർക്കുമ്പോ എനിക്ക് കൂടുതൽ സങ്കടാവുക. ശ്യാമയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. മോളെ തെറ്റിദ്ധരിക്കൊന്നുമില്ല. ഞാൻ നോക്കട്ടെ ഇത് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റൂന്ന്. മോളെ വിഷമിക്കണ്ട. ഓ, രക്ഷക വന്നല്ലോ. ഇവരെന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? പ്രിയ, ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് നിനക്കൊന്ന് പറയാറില്ലേ? എനിക്കുറപ്പൊന്നുമില്ലല്ലോ നിങ്ങൾ എന്തൊക്കെ ചെയ്യൂന്ന്. ഇതുവരെ ചെയ്തൊക്കെ തെറ്റന്നല്ലേ? അപ്പൊ ഈ തെറ്റും ചെയ്തിട്ടുണ്ടാവും. വളരെ ചെറിയ സമയത്തിനുള്ളിലാ ഇത് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഈ ലൊക്കേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇത് ചെയ്തത്. പക്ഷേ
അത് രാധികയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളിപ്പോ എന്ത് ചെയ്യും മാഡം? തെളിവടക്കം കണ്ടുപിടിച്ചതല്ലേ, നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതെ, ഇവിടെ CCTV ഉണ്ടല്ലോ, അതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ലേ? ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ ഞങ്ങളത് ആലോചിച്ചില്ല മാഡം. നിങ്ങൾ ആദ്യം അതൊന്ന് നോക്കൂ. അതിനകത്ത് രാധിക കുറ്റക്കാരിയാണെന്ന് കണ്ട നിങ്ങൾ എടുക്കുന്ന ഏത് നടപടിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ മാഡം. ശ്യാമ പ്രത്യേകം പറഞ്ഞു ജഗദീഷിനോട് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത ഉണ്ടാക്കാൻ പറയണമെന്ന്. ഓക്കെ മാഡം. ഇവിടുത്തെ ഓഫീസിലെ CCTV ഒന്ന് ചെക്ക് ചെയ്യാൻ പറ. ശരി സാർ. ആദ്യം നമുക്ക് എല്ലാവർക്കും ആ CCTV വിഷ്വൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ടാവാം ആരോപണവും പ്രത്യാരോപണവും ഒക്കെ. വരൂ, വാ മോളെ. പ്രിയങ്ക വരൂ. കിട്ടിയോ? സാർ, 1-2 ദിവസം ഇടി വെട്ടിയതുകൊണ്ട് CCTVക്ക് നല്ല കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. നോക്ക. ആ സാർ, ഇന്നത്തെ വിഷ്വൽ ഓക്കെയാണ് സാർ. അതാ നോക്കൂ. മോള് വിഷമിക്കണ്ട. മോളുടെ കൃഷ്ണൻ മോളെ രക്ഷിച്ചോളും.
നാണോ ഇല്ലടി നിനക്ക്? എത്ര മോശമായിട്ടാ നീ മറ്റുള്ള ആൾക്കാരോട് പെരുമാറുന്നത്. കൂടെ വന്നതല്ലേ, നിന്റെ ചെരുപ്പ് വരെ തുടച്ചു തരുന്ന ഒരു പെൺകുട്ടിയല്ലേ അത്. ആ പെൺകുട്ടിയോടാണോ നീ ഇത്രയും ക്രൂരത കാണിച്ചത്? പ്രിയങ്കേ, ഇത് വളരെ ചീപ്പായി പോയി. എന്റെ ആർട്ടിസ്റ്റിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചതല്ല. സാറേ, അർഹിക്കുന്ന ശിക്ഷ എന്നെ കൊടുക്കണം സാറേ. ഇത്രയും പേരെ ഇത്രയും സമയം സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയത് ഇവര് കാരണം. സോറി മോളെ, കുറച്ചു നേരത്തേക്ക് ഒന്ന് തെറ്റിദ്ധരിച്ചു പോയി. ശ്യാമമ്മയുടെ ശുപാർശ ചെയ്ത ഒരാള് ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴായിരുന്നു ഏറ്റവും വലിയ സങ്കടം. സോറി മോളെ. ശ്യാമമ്മയുടെ ഞാൻ ആരാധിക്കുന്ന എന്റെ കൃഷ്ണനാ ഇതിപ്പോ വിളിച്ചത് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ആ അമ്മ ഞാൻ കാരണം നാണം കെടുവായിരുന്നില്ലേ? ജഗദീഷ്, എന്താണ് നിങ്ങളുടെ തീരുമാനം? വേറെ എന്ത് തീരുമാനം എടുക്കാനാ? ഇതുവരെ ഷൂട്ട് ചെയ്തതൊക്കെ വേറൊരാളെ വെച്ച് ഷൂട്ട് ചെയ്യും. ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളെ വെച്ച് എനിക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ല. എന്റെ ജീവിതത്തിൽ ഇത് ആദ്യത്തെ സംഭവമാണ്. സോ എനിക്കിനി പ്രിയങ്ക വെച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്റെ കൂടെ വന്നൊരാള് ഈ സിനിമയിൽ തന്നെ പാടാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോ മിണ്ടിപ്പോരുത്. നീയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവസാനിച്ചു. ഞങ്ങളുടെ സിനിമ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. ജഗദീഷേ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. വാടോ. നീ വലിയ മിടുക്കാണെന്നാ നിന്റെ ധാരണയല്ലേ? ഈ നിൽക്കുന്നതേ എന്റെ മോള. അവളെ ഒരാള് ചതിക്കാൻ ശ്രമിച്ച അയാളെ ഞാൻ കുരുക്കിയിരിക്കും. വാ മോളെ. മാഡം, താങ്ക്സ്. ഹേ, അമ്മയോട് എന്തിനാ മോളെ നന്ദി പറയുന്നത്? നിനക്ക് ആപത്തുണ്ടാവുമ്പോ ഓടി വരേണ്ടതല്ലേ അമ്മ? രാധികെ, ഇനി ഒരു കാരണവശാലും അവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇത്രയും നിന്നെ ദ്രോഹിച്ചല്ലേ മോളെ, അവക്കുള്ള ശിക്ഷ കിട്ടട്ടെ. മോക്ക് ഇങ്ങനൊരാപത്ത് വന്നു എന്നറിഞ്ഞപ്പോ അമ്മ ശരിക്കും തകർന്നുപോയി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എന്തോ ഒരു വിശ്വാസമായിരുന്നു സത്യം തെളിയുമെന്ന്. അത് ദൈവം തെളിയിച്ചു തന്നല്ലോ.